ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പിന്നെ തിരിച്ചു വന്നിരിക്കുന്നത്. ഇന്ന് വന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനിപ്പോൾ ഖത്തറിലാണുള്ളത്. നിങ്ങൾക്കിപ്പോൾ ബാക്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഖത്തറിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. قال نرجع اسبريد انا نسيت اللاند كروزر جو فيجر. السيارة تنفس طبيعة اللاند كروزر مو مفهومة، بس اللي بيفهم حرة 400 وشوية حصان. الله يبارك لك في حلالك. انزين السيارة فول كاستم ليش؟ Why is it fully custom? First of all, HPG Garage they chopped the roof and they brought it a bit lower. أول شيء سووه إنه قصوا الروف ونزلوه شوي زيادة. كل الكنارز والفتحات اللي تشوفونها فانكشنال، يعني تأدي وظيفتها. السيارة كامل بغض المصبوغ كربون فايبر، اللحية اللي قدام كربون فايبر، كل الهوائيات على السيارة everything that you see on the car in the bottom is carbon fiber because this car is being used for a drag race. The spoiler, look, I didn't see it. So it has a spoiler also. There is nothing in the back. What the hell is going on? Anyways, السيارة هذه سيارة drag بالكامل. It's a full drag strip car. The best part about this car is, unfortunately, it's not daily usable. ما تقدر تستعمل اليومي. في أي شيء تبي تضيفه أنا ما أقدر. Is there anything that you want to say that I didn't say? Yes. كفيت وفيت. الصراحة أنت عارف السيارة يعني. عارف كل التفاصيل، فخليت المايك عندك ما شاء الله. One thing that I'm gonna say, I was the first guy to ask him to rev it in a custom show, and this car is the loudest car that you're gonna hear in your life. هذه السيارة أنا قلت لنا إني أدبر ريسات في الكاستم شو اللي فات، ويمكن هذه أزعج سيارة ممكن تسمعها في حياتك. الله يبارك لك في حياتك إن شاء الله يا رب، يبارك لك في حياتك، يبارك لك في كل شيء. May God bless you with everything, with your life, with your business, with your cars, with everything. And I just want you to stay crazy. Don't change. يلا الكل يصفق. I'll leave you with the music. في الياماها إذا ما خاب صحيح. So it's the highest spec in Yamaha, the R1. This car is basically the Ferrari. عشان تستحمل. നമ്മളൊക്കെ ജീപ്പയിൽ ഒരു 35 ഇഞ്ചോ അല്ലെങ്കിൽ 31 ഇഞ്ചോ ഒരു ടയർ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുറ്റ. ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. 46 ഇഞ്ചിൻ്റെ ടയറാണ്. 46 ഇഞ്ചാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിലെഴുതിയിരിക്കുന്നത് 46.5 എന്നാണ്. ഇതെങ്ങനെയുണ്ട് മുതൽ? പൊളിയല്ലേ?
ഖത്തറിലെ അറബികളുടെ വണ്ടി ഭ്രാന്ത് വീഡിയോയിലും, ഖത്തറിൽ മാത്രമല്ല അറബികളുടെ വണ്ടി ഭ്രാന്ത് വീഡിയോയിലും അല്ലാതെ കേട്ട് കണ്ടും പരിചയമുള്ളൂ. പക്ഷെ ഇതൊന്ന് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ എല്ലാത്തരം വണ്ടികളും ഷോയ്ക്ക് വന്നിട്ടുണ്ട്. വിൻറ്റേജും ന്യൂജനും ഫുള്ളി മോഡിഫൈഡും കസ്റ്റം മെയ്ഡും, സൂപ്പർ ബൈക്സ്, സൂപ്പർ കാർസ്, സൂപ്പർ പോളോ GTS. കാർബൺ ഫൈബർ, again carbon fiber. Nissan Super Safari SWB short wheelbase. Nissan Safari Ram 2.5. അധികം മോഡിഫൈ ചെയ്ത് നശിപ്പിക്കാത്തൊരു സൂപ്ര. ജസ്റ്റ് നീറ്റ് ആൻഡ് ക്ലാസിക് സാധനം. അതിൻ്റെ അപ്പുറം കിടക്കുന്നൊരു ലാൻഡ് ക്രൂസറാണ് ടർബോ എഡിഷൻ. ഗൈസ്, ഇതെല്ലാം കൂടെ കണ്ടിട്ട് വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് പോലെ എനിക്ക് പറയാൻ മേല. കിടക്കണ കണ്ടില്ലേ, നിസാൻ സിൽവിയ അല്ല, സിൽവിയ അപ്പുറം കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. R35 ഗോഡ്സ് ഇല്ല, അത് നിസ്മോ എഡിഷൻ. R34, അതിൻ്റെ അപ്പുറം R34. ഇത്രയും അധികം നിസാൻ GTRും R35, R34ഉം R32ഉം ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ചിലതൊക്കെ മോഡൽ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഫസ്റ്റ് ജെൻ GTR. ഞാൻ പല 4x4 ഓഫ് റോഡ് വെഹിക്കിൾസും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സാധനം ഇതല്ല, ഇത് ഞാൻ വേറെ കണ്ടിട്ടില്ല എങ്ങും. ഓഫ് റോഡ് മെറ്റൽ ഫുള്ളി കസ്റ്റം ബമ്പർ, MT ടയേഴ്സ്, റൂഫ് റാക്ക്, ലൈറ്റ്, ലിഫ്റ്റഡ് സസ്പെൻഷൻസ്. എന്ത് വേണം? പോരെ, സ്പീഡിന് സ്പീഡും ഓഫ് റോഡിന് ഓഫ് റോഡും ആവാം. ഇതേപോലത്തെ സാധനമൊക്കെ കാർസ് സിനിമയില്ലേ, അതിൻ്റെ ആ തുരത്തിലുണ്ടല്ലോ, അവൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയി. അതാണ് ഈ സാധനം. മക്കളെ, ഇതാണ് സാധനം. ആ ടർബോ കണ്ടോ? ആ ടർബോ തന്നെ ഉണ്ടാക്കുന്നതിന് 100 bhp.